വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ ക്യാഷ് വാങ്ങുന്ന 10 ഡയറക്ടർമാർ ആരൊക്കെയാണെന്നുള്ളതാണ്. നായകന്മാരെ പറ്റി നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട്, പക്ഷെ ഡയറക്ടേഴ്സിനെ പറ്റി നമ്മൾ അധികം കേൾക്കാറില്ല. അപ്പോൾ അവരാരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാജമൗലി അദ്ദേഹം 21 മൂവികൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. 200 കോടി രൂപയാണ് അദ്ദേഹം ഒരു മൂവിക്ക് വേണ്ടി വാങ്ങുന്നത്. സന്ദീപ് റെഡ്ഡി ഇദ്ദേഹം 7 മൂവികൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആനിമൽ മൂവിയാണ് ലാസ്റ്റ് ഡയറക്ട് ചെയ്ത സിനിമ. ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി 100 CR വരെ വാങ്ങിക്കുന്നു. പ്രശാന്ത് നീൽ ഇദ്ദേഹം 8 മൂവീസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി 100 കോടി വരെ വാങ്ങിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് മൂവി സെലാർ ആയിരുന്നു. രാജ്കുമാർ ഹിറാനി ഇദ്ദേഹം 80 കോടി വരെ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് മൂവി PK ആയിരുന്നു. സുകുമാർ ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി 75 കോടി രൂപ വരെ വാങ്ങിക്കുന്നു. ഇദ്ദേഹം 21 മൂവികൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് മൂവി പുഷ്പ. സഞ്ജയ് ലീല ബൻസാരി ഇദ്ദേഹം ഒരു മൂവിക്ക് വേണ്ടി 55 കോടി രൂപ വരെ വാങ്ങിക്കും. ആറ്റ്ലി അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി 60 കോടി രൂപ വരെ വാങ്ങിക്കുന്നു. ലോകേഷ് കനകരാജ് ഇദ്ദേഹം ഒരു മൂവിക്ക് വേണ്ടി 60 കോടി രൂപ വരെ വാങ്ങിക്കുന്നു. ശങ്കർ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി 40 കോടി രൂപ വരെ വാങ്ങിക്കുന്നു. സിദ്ധാർത്ഥ് ആനന്ദ് ഇദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി 30 കോടി രൂപ വരെ വാങ്ങിക്കുന്നു.